ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. കൂലം കുത്തി പിന്നെ നികൃഷ്ട ജീവി വർഗവഞ്ചകൻ ചെറ്റതാടാശുമോനും വീട്ടിൽ പോയി ചോദിക്ക് കടക്ക് പുറത്ത് അമ്മാതിരി കമന്റൊന്നും ഈടെ വേണ്ട. താനാരാടാശേ താനാരാ. മോനെ ദിനേശ, മോനെ വിജയൻ, your time is over. മലയാളം നന്നായിട്ട് വശമില്ലാത്ത രേവന്ത് റെഡ്ഡി. അയാൾ ഒരു മലയാളിയല്ല, തെലുങ്കാന മുഖ്യമന്ത്രിയാണ്. തെലുങ്കാണ് അദ്ദേഹത്തിന് വൃത്തിയായിട്ട് അറിയാവുന്ന ഭാഷ, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ മലയാളത്തിലെ ഒരു പ്രശസ്തമായ സിനിമാ ഡയലോഗ് നീ പോ മോനെ ദിനേശ, അതിനെ നീ പോ മോനെ വിജയൻ എന്ന് പറഞ്ഞപ്പോഴേ നീ പോ മോനെ വിജയ നേരത്തെ പറയേണ്ടത് പോട്ടെ, വിജയൻ എന്ന് പറഞ്ഞപ്പോഴേ അതിൻ്റെ വൈകാരികത ഉൾക്കൊള്ളാതെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലായി. കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയില്ല. നീ പോ മോനെ വിജയൻ എന്ന് പറഞ്ഞതിന് ശേഷം യുവർ ടൈം ഈസ് ഓവർ എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ പോകൂ, നിങ്ങളുടെ സമയം കഴിഞ്ഞു, നിങ്ങൾ ഇനി പോകൂ എന്നോ മറ്റോ ആണ് ആ പാവം ഉദ്ദേശിച്ചത്. അതിന് നല്ല സംസ്കാരവും മര്യാദയുമുള്ള നമ്മുടെ മുഖ്യമന്ത്രി നല്ല സംസ്കാര സമ്പന്നമായ മര്യാദ സമ്പന്നമായ ഒരു മറുപടി കഴിഞ്ഞ ദിവസം കൊടുത്തു. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. താളം പിടിച്ചൊക്കെയാണ്. ഡാഷ് മോനെ രേവന്ത, നിന്നെ പിന്നെ കണ്ടോളാന്ന്, മറുപടി പിന്നെ തരാന്ന്. വിശദമായിട്ട് പറയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതാണ് ഡാഷിൽ ഒതുക്കിയത്. ആ ഡാഷിനെ ഉടനെ പൂരിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ഡാഷ് പൂരിപ്പിക്കുകയും കൂടെ ചെയ്താൽ സാംസ്കാരിക കേരളത്തിന് ഒന്നടങ്കം തല ഉയർത്തി നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശങ്ക. എത്ര സമയം ഞങ്ങൾ തല ഉയർത്തി പിടിച്ച് നിൽക്കേണ്ടി വരും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ. നീ പോ മോനെ ദിനേശ, നീ പോ മോനെ വിജയൻ എന്ന് പറഞ്ഞതിന് രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ഒരു മുഖ്യമന്ത്രി പാലിക്കേണ്ട മര്യാദയുണ്ട് എന്ന് മുഖവിര കൊടുത്തതിന് ശേഷമാണ് ഡാഷ് മോനെ എന്ന് പറഞ്ഞത്. ഇതിലേക്ക് തിരിച്ചു വരാം. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു അടിമ ഇന്നലെ രംഗത്ത് വന്നായിരുന്നു. എന്റെ പൊന്നോ, ഇവർക്കൊക്കെ ഇത് എങ്ങനെ പറ്റുന്നോ എന്തോ. പ്രിയപ്പെട്ട എന്നായിരിക്കും ചിലപ്പോൾ അതേ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ പൊന്നു മോനെ എന്നായിരിക്കും. പ്രിയപ്പെട്ട രേവന്ത് മോനെ, പൊന്നു മോനെ, രേവന്ത് മോനെ എന്നൊക്കെ ആയിരിക്കാം മുഖ്യൻ പറയാൻ ഉദ്ദേശിച്ചത്. ആ ഡാഷിൻ്റെ അടുത്ത് അത്തരം നല്ല വാക്കുകൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ എന്താ മനുഷ്യരെ? നിങ്ങൾ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ മനഃപൂർവ്വം മോശക്കാരനാക്കുന്നത്? ഡാഷിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു മോശം വാക്ക് ചേർത്തിട്ടുള്ള ആളാണോ? ജി സുധാകരനെ ചെറ്റയെന്ന് വിളിച്ചതിന് ശേഷം ചെറ്റ എന്ന വാക്ക് നിഘണ്ടുവിൽ എങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത് എന്ന് ആളെ വിട്ട് വിശദീകരിപ്പിച്ച ഐറ്റമാണ്. നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ടുണ്ട്, കുലംകുത്തി എന്ന് വിളിച്ചിട്ടുണ്ട്, വോട്ടർമാരിൽ ഒരാളോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നന്ദി പറഞ്ഞ സ്ത്രീയോട് അമ്മാതിരി കമന്റ് ഒന്നും ഇങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്നൊരു സെൽഫി എടുക്കാൻ വന്ന കൗൺസിലറെ ആട്ടി വിട്ടിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നതെല്ലാം അണ്ണാക്കിലേക്ക് വിഴുങ്ങി നാട്ടുകാരുടെ മുന്നിൽ തുപ്പുന്ന മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് കാണിച്ചതൊന്നും ചില്ലറയല്ല, അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ പിന്നെ രേവന്ത് റെഡ്ഡിയോട് പൊന്നുമോനെ ചക്കര കുടമേ തങ്കക്കുട്ട എന്നായിരിക്കും ആ ഡാഷിന്റെ അടുത്ത് മുഖ്യൻ ഉദ്ദേശിച്ചത് എന്നാണ് അടിമ പറയാൻ ശ്രമിക്കുന്നത്. പൊന്നണ്ണ, നിങ്ങൾക്ക് മാസക്കൂലിയാണോ ദിവസക്കൂലിയാണോ? ദിവസക്കൂലിയാണെന്ന് തോന്നുന്നു. അതാണ് ഓരോ ദിവസവും ഇത്രയും ആത്മാർത്ഥത. ഇവിടെ അതിഥിയാണല്ലോ രേവന്ത് റെഡ്ഡി, അദ്ദേഹത്തിന് ഇവിടെ വന്ന് എന്തും പറയാമല്ലോ. ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെവി തുറന്ന് കേൾക്കണേ, കണ്ണു തുറന്ന് കാണണേ. നമ്മുടെ അതിഥിയാണല്ലോ രേവന്ത് റെഡ്ഡി. അതുകൊണ്ട് ഒരു അതിഥിക്ക് കൊടുക്കേണ്ട എല്ലാ മര്യാദകളും പാലിച്ചേ മുഖ്യമന്ത്രി ഡാഷ് പൂരിപ്പിക്കാറുള്ളൂ. അതനുസരിച്ചേ മലയാളികളും പൂരിപ്പിക്കാവൂ. താങ്കളിത് ശൂന്യാകാശത്തേക്ക് പോകാനുള്ള ഒരു ലോഞ്ച് പാഡിൽ നിന്നിട്ട് പറയുകയാണോ ശ്രീ സുരേഷ് കുമാർ? അയ്യപ്പദാസ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒത്ത് അങ്ങേരിപ്പം നിലം തൊടാതെ പറക്കുക. രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മുഖ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പം മുഖ്യ പറയുന്നത് പ്രകാരം ചെറ്റ എന്ന് വിളിക്കുന്നതിൽ പ്രശ്നമില്ല. ഇപ്പം ദാ ഡാഷ് ചേർത്ത് നമുക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം എന്നാണ് ഇപ്പോൾ അടിമകൾ പറയുന്നത്. ഡാഷ് എന്ന് മുഖ്യൻ പറഞ്ഞത് തെറ്റല്ല എന്നിവിടെ വന്നാൽ വേറെ ആര് വിളിച്ചാലും തെറ്റല്ല എന്ന് തന്നെ വരും. അപ്പോൾ വേണ്ട. അപ്പോൾ ജനങ്ങൾ ഇനി മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് ഡാഷ് മക്കളെ എന്ന വിളി കേൾക്കുന്ന കാലം വിദൂരമല്ല എന്ന് വേണം കരുതാൻ. അതൊക്കെ കരുതി കൂട്ടി വേണം നാളെ എല്ലാവരും കുത്താൻ പോകാൻ. ഏതായാലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലും മര്യാദയുടെ കാര്യത്തിലും രേവന്തിൻ്റെ മുത്തച്ഛനായ നമ്മുടെ മുഖ്യന് കേരളീയരുടെ എല്ലാം വക അഭിനന്ദനങ്ങൾ.
നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറിയാലും നമ്മൾ നമ്മുടെ സംസ്കാരവും മൂല്യങ്ങളും മര്യാദകളും കൈവിടാതെ അവരോട് പെരുമാറുകയുള്ളൂ എന്ന കേരളത്തിൻ്റെ തനതായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചതിന് അങ്ങേക്ക് എത്ര നന്ദി പറഞ്ഞാലും എത്ര അങ്ങേ അഭിനന്ദിച്ചാലും മതിയാകില്ല പ്രഭു. അല്ല, പരനാറി എന്ന വാക്കുപോലും ഇവിടെ സ്വാഭാവികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. പിന്നിപ്പോൾ ഒരു ഡാഷിൽ എന്തിരിക്കുന്നു അല്ലേ? നമ്മളല്ലാതെ മറ്റാരുണ്ട്? ഒരു സംശയം ചോദിച്ചോട്ടെ അങ്ങുന്നേ, ഈ പോരാളി ഷാജി എന്നുള്ളത് തമ്പുരാൻ്റെ തന്നെ ഐഡിയ ആണോ? അല്ല, ആ ഒരു റേഞ്ച് കറക്റ്റായിട്ട് സംസാരത്തിൽ കാണുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിലെ മനസ്സിൻ്റെ സംയമനവും ആ ഒരു സഹനശേഷിയും ആ സഹിഷ്ണുതയൊക്കെ ജനങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്ന കാര്യത്തിലും പോരാളി ഷാജിയോടൊപ്പം അങ്ങൊരു പ്രത്യേക നിലവാരം പുലർത്തുന്നു. അതുകൊണ്ട് ചോദിച്ചതാണ്. ഇനി അഥവാ പോരാളി ഷാജികൾ വേറെ ഉണ്ടെങ്കിൽ അവരുടെ ഒന്നും ആവശ്യമില്ല, അങ്ങേക്കൊണ്ട് പറ്റും. അതായത് ഒരാൾ ഒന്ന് നമുക്ക് തന്നാൽ നമ്മൾ 3 എണ്ണം തിരിച്ചു കൊടുക്കും എന്നതാണല്ലോ ഇപ്പം കണ്ടുവരുന്ന സിസ്റ്റം, ഇപ്പം കാണിച്ചു തന്ന മാതൃക. അയാളുടെ മുണ്ടിൻ്റെ തുമ്പൊന്നും അയാൾ ഒന്ന് ഉയർത്താതിരുന്നത് കാര്യമായിപ്പോൾ. എങ്കിൽ ശിവൻകുട്ടി അദ്ദേഹത്തിന് ശേഷം കേരളം കണ്ട ആയേനെ. പോ മോനെ വിജയ, യുവർ ടൈം ഈസ് ഓവർ എന്ന് പറഞ്ഞപ്പോൾ അത് ഉള്ളിൽ കൊണ്ടെങ്കിൽ ഇരട്ടച്ചങ്കിൻ്റെ നടുക്കായിട്ട് ഓട്ട ഇടുന്ന തരത്തിൽ അത് വന്ന് കുത്തിക്കേറിയെങ്കിൽ അയാളെ രാഷ്ട്രീയമായി നേരിട്ട് കൂടായിരുന്നോ മുഖ്യ? നിങ്ങളുടെ നാട്ടിൽ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? റേഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? അവിടുത്തെ ആളുകളുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നൊക്കെ 1 by 1 ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് നിരത്താമായിരുന്നല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത രീതിയിലായി പോവും മറുപടി. ഇതാവുമ്പോൾ ചട്ടി കിടക്കുന്നത് കൃത്യമായിട്ട് തവി കോരിയെന്നും ആകും, അയാൾക്കത് കിട്ടിയെന്നും ആകും. അങ്ങനെയല്ലേ? നാട് മുഴുവൻ അറിയട്ടെ. നമ്പർ 1 കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ നാട് മുഴുവൻ അനുഭവപ്പെടട്ടെ. ഈ ഒരു ഡയലോഗ് രാജ്യം മുഴുവൻ സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. എന്നാലും ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്ന് ഒരാൾ പറയാൻ കൊള്ളാവുന്ന വാക്കുകളാണോ പറഞ്ഞതെന്നൊക്കെ മലയാളികളുടെ മുന്നിലിരുന്ന് തള്ളാൻ അങ്ങുന്നതിന് എങ്ങനെ കഴിഞ്ഞങ്ങുന്നേ? ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണോ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നതും വന്നിട്ടുള്ളതും? ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് മറിച്ച് നോക്കിയാൽ അയ്യയ്യോ മൊത്തം ഡാഷിട്ട് ഞങ്ങൾ പറയേണ്ട അവസ്ഥയായിരിക്കും അവിടുത്തെ മൊഴിമുത്തുകൾ. പിന്നൊരു കാര്യമാണ്, എനിക്കെന്തുമാകാം മറ്റുള്ളവർക്കൊന്നും ആയിക്കൂടാ എന്നുള്ള അവിടുത്തെ സിസ്റ്റം ഉണ്ടല്ലോ, അത് കേരളത്തിന് പുറത്തൊന്നും വിലപ്പോയില്ല. ഇവിടുത്തെ നാട്ടുകാരെ മാത്രമേ ഇങ്ങനെയൊക്കെ കാണിച്ച് ആളാകാൻ പറ്റുള്ളൂ, ആളെ പറ്റിക്കാൻ പറ്റുള്ളൂ. പുറത്തുള്ള മുഖ്യമന്ത്രിമാരോടോ പുറത്തുള്ള രാഷ്ട്രീയ നേതാക്കളോടോ കളിച്ചാൽ അവരൊക്കെ പോയി വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞിരിക്കും മുഖത്ത് നോക്കി. അത് കേട്ട് കഴിയുമ്പോൾ, ചോദിച്ച് വാങ്ങിക്കഴിയുമ്പോൾ, അല്ലെ അർഹതയുള്ളത് ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് നേരെ ചാടിയിട്ട് കാര്യമില്ല, മോങ്ങിയിട്ടും കാര്യമില്ല, അവരെ തെറി പറഞ്ഞിട്ടും കാര്യമില്ല. രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനും. പറയുന്നതിന് മറുപടി കൃത്യമായിട്ട് പറയാനുള്ള ഒരു തൻ്റെ ഇടമുണ്ട് എനിക്ക് എന്ന് കാണിക്കാൻ വേണ്ടിയാണല്ലോ ഇപ്പോൾ ഈ ഡാഷ് പ്രയോഗം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് ഒരു സംവാദത്തിന്, പരസ്യ സംവാദത്തിന് വിളിച്ചപ്പോൾ ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ അരക്കൈ നോക്കാം എന്ന് പറഞ്ഞ ആളല്ലേ. ആ ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് വേറെ കുറേ ആളുകളാണല്ലോ, വേറൊരു ടീമുണ്ടല്ലോ കാശ് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരത് കൈകാര്യം ചെയ്തോളൂ എന്ന് വിചാരിച്ചല്ലേ. നേരിട്ട് നാക്ക് ടു നാക്ക് പറ്റുമോ? അതിനും കഴിവില്ല. അത് പറഞ്ഞപ്പോഴാ ആരെങ്കിലും എഴുതി തന്ന ഡയലോഗാണോ? തട്ടിക്കോ CM വൈറലാകും എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം സുജിത് ഭക്തൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറയുന്നത് കേട്ടു. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന് പകരം കേറി വാടാ മക്കളെ എന്ന് പറ, വൈറലാകും, ഇത് ക്ലിക്കാകും എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ആ പാവത്തിനെ കൊണ്ട് ഡയലോഗ് ഡെലിവറി നടത്തിക്കുന്നത് കണ്ട് ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ. നല്ല ആർട്ടിഫിഷ്യലായിട്ടുണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. എന്ന് പറഞ്ഞതുപോലെ ആരോ എഴുതി തന്നതായിരിക്കാനാണ് സാധ്യത. ഇതല്ലേ പൊള്ള നന്നായിട്ടുണ്ട്. കേരളം മുഴുവൻ മുഴങ്ങി കേട്ടാൽ പോരുത്, ഇന്ത്യ ലോകം മുഴുവൻ മാറ്റൊലി കൊള്ളുമാറ് ഇത് ഹിറ്റാകട്ടെ.